വാ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഈവനിങ് വ്ലോഗ് കണ്ടാലോ? എപ്പോഴും വീഡിയോസ് ഇടുമ്പോൾ കമൻറ്റ് വരാറുണ്ട്, എപ്പോഴും സെർവ് ചെയ്യുന്ന മാത്രം കാണിക്കാതെ കുക്ക് ചെയ്യുന്നത് കൂടി കാണിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഡിന്നർ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരട്ടി നല്ല വറുത്തരച്ച ചിക്കൻ കറിയാണ്. ഇപ്പം എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എനിക്ക് 12 hour ലോങ് ഡേ ഷിഫ്റ്റ് ആയിരുന്നു. 2 ദിവസവും ക്രിസ്മസും അതിന് മുന്നത്തെ ദിവസമൊക്കെ ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല, ഫുൾ ബിസി ആയിരുന്നു. പ്ലം കേക്കൊക്കെ ഇല്ലാതെ എന്താ ആഘോഷം. ഞങ്ങളും കഴിച്ചു പ്ലം കേക്ക്. ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് പ്ലം കേക്കും പിന്നെ ഈ ഒരു ബോക്സ് ചോക്ലേറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചൺ അല്ലെങ്കിൽ ലൗഞ്ച്. കിച്ചണും ലൗഞ്ചും ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ലൗഞ്ച് ഏരിയയും കിച്ചണൊക്കെ ഒന്ന് ചുറ്റി കണ്ടാലോ? ഓടി വാ. ഇതേ നമ്മുടെ ഫിഷ് ടാങ്ക്. ഞാൻ എൻ്റെ സ്ട്രെസ്സ് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. നിങ്ങളുടെ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം, ഞങ്ങൾക്ക് ഇതിനോട് ഫിഷും പെറ്റ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് പഴയത്. പിന്നെ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ കൂടുതൽ ടൈമും കിച്ചണിലായിരിക്കും കുക്കിംഗ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നർ പ്രിപ്പറേഷനും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെയാണ് എൻ്റെ ഹോൾ ഡേ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നെൻ്റെ ഡിന്നർ കണ്ടാലോ? ഇവിടെ നമുക്ക് ഇന്ത്യൻ സ്റ്റോറിലെ എല്ലാ പൊടിയും അവൈലബിൾ ആണ്. അതിങ്ങനെ ഇടിയപ്പപ്പൊടി, പത്തിരിപ്പൊടി, അങ്ങനെ എല്ലാ ബ്രാൻഡിൻ്റെയും തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഒരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ഇതിൽ 2.5 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്കിതിന് വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ്. ഞാൻ വെള്ളം, ഉപ്പും കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. നമ്മുടെ വെള്ളം നല്ലതായിട്ട് വെട്ടി തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളമാണ് നമുക്ക് മാവ് കുഴയ്ക്കാൻ വേണ്ടി വേണ്ടത്. ഞാനപ്പം ഈ കപ്പിൽ കുറച്ചായിട്ട് ഒഴിച്ച് മാവ് കുഴച്ചെടുക്കാൻ പോവുകയാണ്. സോ ഞാനിപ്പം സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എത്ര കപ്പ് വെള്ളം വേണ്ടി വരുമെന്ന്. ഞാനങ്ങനെ വീണ്ടും ഇത് മതിയാവില്ല, അപ്പോൾ വീണ്ടും എടുക്കുവാണ്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നല്ല തിളച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ചൊഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് കുറച്ച് നേരം ഇത് ചൂടോടുകൂടി അടച്ച് വെക്കും. അതിന് ശേഷമാണ് മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പം മാവ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂട് വെള്ളമൊക്കെ ഒഴിച്ച് ഇനി കുറച്ച് നേരം അടച്ച് വെച്ചിരുന്നിട്ട് പിന്നെയാണ് എടുത്ത് കുഴയ്ക്കുന്നത്. ഞാൻ ഈ മാവിൽ നേരത്തെ തന്നെ ജീരകവും തേങ്ങയും ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. പിന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ വറുത്തരച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും ഹോൾ സ്പൈസസും മുഴുവനുള്ള കുരുമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തതാണ്. ഇനി നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. അതേ ഞാൻ ഉള്ളിയൊക്കെ അവിടെ വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. ഉള്ളിയും ചിക്കനും ഒക്കെയും കൂടെ കിടന്ന് സെറ്റാണ്. അപ്പോൾ ആ വറുത്തരച്ചത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ച്, ഞാനിപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ്, ഒരു വിസിൽ അപ്പോഴേക്കും പണി കഴിയും. ഞാൻ ഇവിടെ ഉരട്ടി ചുട്ടെടുക്കുവാണ്. കണ്ടോ? ഇവിടെ നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല കളറുമാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ടേസ്റ്റ് അടിപൊളിയാണ്. അയ്യോ, ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇത് ഈസി ആയിട്ട് എങ്ങനെയാണ് പരത്തിയെടുക്കുന്നതെന്നൊരു ടിപ്പുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നു. ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ. എപ്പോഴും കമൻസ് വരുന്നതാണ് ഞാൻ സെർവ് ചെയ്യുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ, കാണിക്കുന്നില്ല എന്ന്. എൻ്റെ കുട്ടീസ് 2 പേരും ഇവിടെ ഇരുന്ന് കഴിക്കുവാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ. ചിക്കൻ കറിയോ? സൂപ്പർ 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 സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ടോ? സോഫ്റ്റ് ആണോ? നല്ല സോഫ്റ്റാ. നല്ല സോഫ്റ്റ്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ടിപ്പ് കാണിക്കട്ടെ. നമുക്ക് വേണ്ട സൈസിൽ നമുക്ക് ഇങ്ങനെ ബോളാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനൊരു ബട്ടർ പേപ്പറിൽ വെക്കുക. ഇത് കണ്ടോ, ഇത് നോൺ സ്റ്റിക്ക് ബേക്കിംഗ് പേപ്പറാണ്, നോൺ സ്റ്റിക്ക് ആണ്. സോ ഇതിനകത്തുനിന്ന് നമുക്ക് പരത്തിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ബോളാക്കിയിട്ട് ഇത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ എടുക്കേണ്ടത് ഒരു റൗണ്ട് ബേസ് ഉള്ള പാത്രമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതിനടുത്ത് കമഴ്ത്തി വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നല്ല റൗണ്ട് ഷേപ്പിന് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇത് ഭയങ്കര ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. ഞാനിത് പ്ലാസ്റ്റിക് പേപ്പറിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര സ്ലിപ്പറി ആയിട്ടും ഇത് ഇളക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും തോന്നി. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആൻഡ് യൂസ്ഫുൾ ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ടിപ്പ് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. ഫുൾ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ പാൻ ചൂടായ ശേഷം ഇങ്ങനെ ഇടുക, എന്നിട്ട് പിന്നെ മറിച്ചിടുക. ഞാൻ ചുട്ട് വെച്ചിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ ഒറട്ടിയൊക്കെ സെറ്റാണ്. ഞാൻ ഇതൊക്കെ ആയിട്ട് കഴിക്കാൻ പോവുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല വറുത്തരച്ച ചിക്കൻ കറി, നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ഞാൻ മുന്നേ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞാൻ പോയിരുന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ ടിപ്പ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ ആരും ഇത് ഉണ്ടാക്കാനും പരത്താനും പാടാന്ന് വെച്ച് ഉണ്ടാക്കാതിരിക്കേണ്ട. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.